ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സെക്കൻഡ് വ്ളോഗിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഒരു ട്രിപ്പ് പോവാണ് ഞങ്ങൾ ബാംഗ്ലൂരിലോട്ടേക്ക്. എൻ്റെ ഡോക്ടർ അവിടെ ഒരു ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ആക്കണം. അവിടെ ഒരു ഹോസ്റ്റലൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഇന്ന് ട്രെയിനിലാണ് പോകുന്നത് ട്രിവാൻഡ്രത്തിന്. നമ്മളെല്ലാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറായി. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാറായി. എല്ലാം ബാഗ്സ് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒത്തിരി ബാഗുണ്ട്. അപ്പോൾ ഇനി ഓരോ ഡെവലപ്മെൻറ്റ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് ചെയ്ത് കാണിക്കാം. പോകാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോകാൻ ഊബർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഊബർ എക്സൽ കുറച്ചും കൂടി സാധനങ്ങളുള്ളതുകൊണ്ട് ബാക്കിൽ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് എക്സൽ തന്നെ ബുക്ക് ചെയ്തു. അന്ന് വീട്ടുന്ന സമയത്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് വന്നുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് പോകാൻ പറ്റും. ആക്കുളം പാലമൊക്കെ കടന്ന് ഇങ്ങനെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. കുറച്ച് സ്ലോ മൂവിങ് ആയിട്ടാണ് പോകാൻ പറ്റുന്നുള്ളൂ. അവിടുന്ന് ദൂരെ നമുക്ക് കാണാം, റൈറ്റ് സൈഡിൽ ലുലു മോള് കാണാം. അപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബൈപ്പാസ് വഴി ഇതിന് മുമ്പ് കൂടെ പോയി അതിൽ പാലം വരും. പാലത്തിനടിയിൽ കൂടെ തിരിഞ്ഞിട്ടാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ചെറിയ ട്രാഫിക് ഉണ്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും വേറെ ബ്ലോക്ക് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ഭാഗ്യമായിരുന്നു.
അങ്ങനെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തേക്ക് എത്താറായി. എൻ്റെ പാരലൽ റൺ ചെയ്യണം. അവിടെ ട്രെയിൻ ഇപ്പോൾ നിൽക്കുന്നുണ്ട് പ്ലാറ്റ്ഫോമിൽ തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഹംസഫർ എക്സ്പ്രസ്സിലാണ് പോകുന്നത് ബാംഗ്ലൂരിലേക്ക്. അങ്ങനെ സ്മൂത്തായിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ ഗേറ്റിൽ കൂടെ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ബിഫോർ ടൈം ആയതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. പിന്നെ സാധനം ഇറക്കി അതൊക്കെ റെയിൽവേ കോച്ചിലോട്ടേക്ക് പോകണം. നമ്മൾ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ. ഹംസഫർ എക്സ്പ്രസ് ബാംഗ്ലൂരിലേക്ക് ട്രിവാൻഡ്രം കൊച്ചുവേളിയിൽ നിന്ന്. അപ്പോൾ ഇനി ഒരു ചായ കൂടെ കുടിച്ചിട്ട് ട്രെയിനിൽ കയറാമെന്ന് വിചാരിക്കും. ചായ ഒക്കെ എടുത്തിട്ട് കുടിച്ചിട്ട് പിന്നെ കാണാം. കുറെ കാലം കഴിഞ്ഞ് റെയിൽവേസിന്റെ ചായ കുടിക്കാൻ ചായ മേടിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ഇരുന്ന് ചായ എല്ലാം കുടിച്ചു. ട്രെയിൻ 4:54 ആയതേ ഉള്ളൂ. ലോട്ട്സ് ഓഫ് ടൈം. നേരത്തെ വരുന്നത് നമ്മുടെ ലുലു മാളിലെ തിരക്കുകാരനെ അവിടെ ബ്ലോക്ക് ആവുമെന്ന് പേടിച്ചിട്ടാണ് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ വളരെ അടുത്താണെങ്കിൽ പോലും ബസ് എടുക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആവും ചില സമയത്ത്. ലുലു മാളിൽ കയറാൻ ചായ കുടിച്ചിട്ട് ഇനി ട്രെയിനിലോട്ട് പോയി കഴിഞ്ഞിട്ട് കോച്ച് കയറിയിട്ട് ഇനി കാണാം. ഇരിക്കുന്ന സീറ്റിൻ്റെ ഇടം ഇവിടെ നല്ല ഫ്ലോറിംഗ് ഒക്കെയാണ്. സീറ്റെല്ലാം സ്പെഷ്യലി നല്ല കവറൊക്കെ ഉള്ള സീറ്റ് കവേഴ്സ് ഉള്ളതാണ്. ക്ലീൻ ആൻഡ് ടൈഡി. നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു യാത്ര. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സീറ്റിംഗ്. അതും പിന്നെ 2 മിഡിൽ ബെർത്തുമാണ് നമുക്കുള്ളത്. അവിടെ കുറെ തലേണയൊക്കെ കിടപ്പുണ്ട്. അതിലിനി കവറൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നല്ല സ്റ്റെപ്സ് ആണ്. അങ്ങനെ യാത്ര ചെയ്ത് കോട്ടയം എത്തിയപ്പോൾ നമ്മുടെ ഫുഡ് ഓൺ ട്രെയിൻ വഴി ഓർഡർ ചെയ്ത ഫുഡ് കിട്ടി. വളരെ പാടുപെട്ടിട്ട് കിട്ടി. ട്രെയിനിൽ ഡെലിവറി ആണ്. പല ആൾക്കാരും ഫുഡ് ഒരുമിച്ച് വെച്ച് കറക്റ്റായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു. അപ്പോൾ എനിവേ കിട്ടി. എല്ലാവർക്കും നൂഡിൽസാണ്. ഞങ്ങൾ ഏറെക്കുറെ എല്ലാം കഴിച്ചു. ഇങ്ങനെയുണ്ട് ഫുഡ്. ഇപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഇനി രാത്രി നമ്മൾ കിടക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്ത് ബാക്കി നമുക്ക് രാവിലെ കാണാം. ഓക്കെ, എയർപോർട്ടിൽ ഇറങ്ങാൻ വേണ്ടി വിചാരിക്കും. അതൊക്കെ റെഡി. നെക്സ്റ്റ് സ്റ്റോപ്പ് എയർപോർട്ട്. പോവാൻ റെഡിയായി. എന്താ രാവിലെ KR-പുര സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിട്ട് വീട്ടും ഒരു ഊബർ എക്സ് തന്നെ പിടിച്ച് വീട്ടിലോട്ടേക്ക് സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വൈറ്റ് ഫീൽഡ് സൈഡിലാണ്. പിന്നെ വീട്ടിലെത്തിൻ്റെ ബാംഗ്ലൂർ എത്തിൻ്റെ സന്തോഷത്തിലിരിക്കുന്ന വൈഫും മോളും. ബാക്കി കാഴ്ചകളായിട്ട് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് വിഷയമായിട്ട് അടുത്ത വ്ളോഗിലാണ്. ഗുഡ് ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.